എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അതാത് രീതിയിലുള്ള പ്രശ്ന പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, ശത്രുദോഷം അല്ലേ. ശത്രു ആരാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. പല ആൾക്കാർ ശത്രുദോഷം ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി പല രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുന്നത്, ഹോമങ്ങൾ നടത്തുന്നത്. പക്ഷേ ഈ ശത്രുദോഷം മാറുന്നില്ല. വീണ്ടും നോക്കിക്കുമ്പോഴത്തേക്ക് ജോത്സ്യൻ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന തിരുമേനിമാർ ശത്രുദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് വിവാഹം നടക്കാതിരിക്കുന്നത്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വിദേശത്ത് പോകാൻ പറ്റുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക തടസ്സങ്ങൾ, അങ്ങനെ നമ്മൾ ഇതിന് ഈ ശത്രുദോഷത്തിനുള്ള പരിഹാരങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗുരുതി നടത്തുന്നത്, ഇല്ലെങ്കിൽ അഹോരഹോമം നടത്തുന്നത്, സുദർശനം നടത്തുന്നത്, പല രീതിയിലുള്ള വഴിപാടുകൾ. കൂടുതലും ഈ ശത്രുദോഷത്തിനൊക്കെ സുദർശനം, അഹോരം ഇല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ഗുരുതി, രക്തപുഷ്പാഞ്ജലികളൊക്കെ നടത്തിയിട്ടും കുറേയൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. പക്ഷേ വീണ്ടും എന്താ പറയുക, 2 ആഴ്ച കഴിഞ്ഞ് 3ാമത്തെ ആഴ്ച ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അതിന് ഒരു തക്കതായ രീതിയിൽ തന്നെ ഒരു പരിഹാരം വേണം അല്ലേ. അപ്പോൾ അത് നമുക്ക് ക്ഷേത്രത്തിൽ പോകാതെ നമുക്ക് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച 3 ഇതായിട്ട് നമുക്ക്, അതായത് ചൊവ്വ, വെള്ളി, ചൊവ്വ, അതായത് ചൊവ്വാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച ചെയ്ത് ചൊവ്വാഴ്ച കൊണ്ട് നമുക്ക് തീർക്കാം. ഈ ഒരു കാര്യം ഭദ്രകാളിയെ പ്രാർത്ഥിച്ച് ചെയ്യുവാണെങ്കിൽ ശത്രുക്കൾ നിമിത്തം നിങ്ങൾക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആഭിചാര ദോഷങ്ങൾ, അതായത് നമുക്ക് ഉള്ള കർമ്മത്തിലുള്ള തടസ്സങ്ങൾ, നമുക്ക് വിവാഹ തടസ്സങ്ങൾ, ബാധാദുരിതങ്ങൾ, നമ്മുടെ ശരീരത്തുള്ള നെഗറ്റീവ് എനർജികളൊക്കെ മാറി പോസിറ്റീവ് എനർജി ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഭക്തജനങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ആദ്യം തന്നെ നമുക്ക് അതെന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് കരിങ്കോഴിയുടെ മുട്ട മേടിക്കുക. കരിങ്കോഴിയുടെ മുട്ട മേടിക്കുക ഒരു 3 മേടിച്ചിട്ട് ചൊവ്വ, വെള്ളി, ചൊവ്വ വൈകുന്നേരം 8 മണിക്ക് ശേഷം കരിങ്കോഴിയുടെ മുട്ട കയ്യിലെടുത്ത് ശത്രുദോഷം മാറണമെന്ന് പ്രാർത്ഥിച്ച് 3 തവണ നമ്മുടെ തലയ്ക്കൊഴിയുക, ഭദ്രകാളിയെ പ്രാർത്ഥിച്ച്. എന്നിട്ട് തെക്കോട്ട് നോക്കി നിന്ന് ഒന്ന് എറിഞ്ഞ് പൊട്ടിക്കുക. അത്ര ശക്തി രീതിയിൽ തന്നെ പൊട്ടിക്കുക. ഈ മുട്ട ഒഴിയുമ്പം നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിച്ച് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. കരിങ്കോഴിയുടെ മുട്ട തന്നെ വേണം, സാധാ കോഴിമുട്ട പറ്റത്തില്ല. വൈകുന്നേരം 8 മണിക്കും 8:30ക്കും ഇടയ്ക്കുള്ള സമയത്ത് തെക്കോട്ട് എറിഞ്ഞ് മുട്ട പൊട്ടിക്കുക. മുട്ട വലിച്ചെറിയുക. സാധാരണ വീണാലും പൊട്ടും, പക്ഷെ നമ്മളത് നേരെ വലിച്ചെറിയുക കല്ലിൽ. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് നോക്കുകയാണെങ്കിൽ, ശത്രു ഒരു കോഴിമുട്ടയിൽ ഇങ്ങനെ പോകുമെന്ന് ഇങ്ങനെ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാകും. കരിങ്കോഴിയുടെ മുട്ടയിൽ ഒരു കാര്യം പറഞ്ഞത്, അതായത് ഭദ്രകാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് കോഴി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പോയ ഭക്തജനങ്ങൾക്ക് അറിയാം, കോഴീനെ തലക്കൊഴിഞ്ഞ് അവിടെ വെക്കുന്ന ഒരു പരിപാടിയുണ്ട്, വള്ളിയങ്കാവിലുണ്ട്. ഇപ്പം മലയാളപ്പുഴയിൽ മുഹൂർത്തിക്കാണ് ചെയ്യുന്നത്, ഇപ്പോൾ ദേവിക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഒരുമാതിരിപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഈ കോഴിയെ തലക്കൊഴിഞ്ഞ് വെക്കുന്ന ഒരു ഇതുണ്ട്. അത് പിന്നെ നമ്മുടെ മുഹൂർത്തിക്കാവിലുണ്ട്, വള്ളിയങ്കാവിലുണ്ട്, മുഹൂർത്തിക്കാവിലുണ്ട്. മലയാളപ്പുഴയുടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമാണ് മുഹൂർത്തിക്കാവ്. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുക്കൾ, അതായത് കവളാചാര വിധിപ്രകാരം ദ്രാവിഡ മന്ത്രവാദങ്ങൾ, പല രീതിയിലുള്ള അറബിക് മാന്ത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തലക്കൊഴുങ്ങുമ്പം ആ ചെയ്ത് വെച്ചേക്കുന്ന എനർജികളെല്ലാം ഈ കോഴിമുട്ട എന്ത് ചെയ്യും, ഈ കരിങ്കോഴിയുടെ മുട്ട ക്യാച്ച് ചെയ്യും. ആ ശത്രു ചെയ്തത് ശത്രുവിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ബാക്കി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസം, എത്രത്തോളം നമ്മൾ ദേവിയെ വിശ്വാസം അർപ്പിക്കുന്നു അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ ഉറപ്പായിട്ടും ദേവി അത് നടത്തി തന്നിരിക്കും. അല്ല, ചിലവർക്കൊരു ധാരണ, ഈ മുട്ട പൊട്ടിച്ച് അയ്യോ എൻ്റെ ശത്രു അവനാണ്, അവനൊന്നും പറ്റിയില്ല, അവൻ 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും പയറുപോലെ നടക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ശത്രുക്കൾ എന്തൊക്കെ ദോഷങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ആ ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മളത് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ശത്രു കിടക്കണം, ഇല്ലെങ്കിൽ അവനത് കൊടുത്തേ തീരുമെന്ന് പറഞ്ഞ് മുട്ട എറിഞ്ഞ് പൊട്ടിക്കാൻ നിൽക്കരുത്. നമുക്ക് സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടാകണം, വിവാഹത്തിൽ നോക്കുന്ന വ്യക്തികൾക്ക് വിവാഹ തടസ്സങ്ങൾ മാറണം, എന്താ പറയുക, ജോലിയിൽ പുരോഗതികൾ ഉണ്ടാകണം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടസ്സം കൂടാതൊക്കെ ശത്രുക്കൾ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ശത്രുവിന് സമയമോശവും കൂടെ ആണെങ്കിൽ നമുക്കെതിരെ ചെയ്ത് വെച്ചെല്ലാം ശത്രുവിന് തന്നെ തിരിഞ്ഞ് അടിക്കും, ഉറപ്പാണ്. അത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഭക്തിയാണ് വേണ്ടത്, ഭക്തിയും സ്നേഹവും
വെച്ചിട്ട് ദേവിയോട് പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം തന്നെ ചെയ്യുക. അല്ലാതെ ശത്രു കിടക്കണം, അവന് കാലൊടിയണം, കൈ ഒടിയണം, അങ്ങനെ ഒരു വിചാരിച്ച് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യരുത്. ഭഗവാനെ ദേവി എന്നെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങളൊക്കെ മാറ്റിത്തരിക, എനിക്കെതിരെ ശത്രുക്കൾ എന്താണ് ചെയ്തത് അതൊക്കെ ശത്രു തിരിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയെ വേണം ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം നമ്മൾ ചെയ്യാൻ വേണ്ടി. അല്ലാതെ അവൻ ഒരിക്കലും രക്ഷപ്പെടല്ലേ, ഞാൻ മാത്രം രക്ഷപ്പെടാന്നുള്ള ചിന്ത പാടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശത്രുദോഷം മാറി നമുക്ക് തൊഴിലിനുള്ള എല്ലാ കാര്യങ്ങളും തൊഴിൽ തടസ്സം മാറും, സാമ്പത്തികപരമായ പുരോഗതി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കരിങ്കോഴിയുടെ മുട്ട തന്നെ ഇത് വേണം. അതായത് ചൊവ്വ മുതൽ വെള്ളി ദിവസം വൈകുന്നേരം 8 മണിക്കും 8:30ക്കും ഇടയ്ക്ക് ഇത് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം.